സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് ഓഡിറ്റർ എക്സാമിൻ്റെ പ്രിലിംസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, 2018 ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. കഴിഞ്ഞ വീഡിയോൻ്റെ ബാക്കിയായിട്ടാണ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ചെയ്യുന്നത്. എക്സാം നടക്കാൻ വേണ്ടി ഇനി വളരെ കുറച്ച് ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ എക്സാം പ്രിപ്പറേഷൻ ഇതുവരെ തുടങ്ങാത്തവർക്ക് ഏറ്റവും നല്ല ഓപ്ഷൻ എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് മാത്രമാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രം നോക്കിയിട്ട് പോയാൽ മതി. പ്രിലിംസ് എക്സാം ആയതുകൊണ്ട് കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്കങ്ങനെ എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും. ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നിർത്തിയത് 49th ക്വസ്റ്റ്യൻ ആണ്. 50ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 48th ക്വസ്റ്റ്യൻ ആണ് നിർത്തിയത്. 49th ക്വസ്റ്റ്യൻ നോക്കാം. ഹു ഓതേർഡ് ദ ബുക്ക് സിദ്ധാനുഭൂതി എന്ന ബുക്ക് എഴുതിയത് ആരാണ്? VT ഭട്ടതിരിപ്പാട്, ചട്ടമ്പി സ്വാമികൾ, അയ്യങ്കാളി, ബ്രഹ്മാനന്ദ ശിവയോഗി. ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത്, ബ്രഹ്മാനന്ദ ശിവയോഗി. Question 50. Which one of the following passes connect Arunachal Pradesh with Tibet? അരുണാചൽ പ്രദേശ് ടിബറ്റുമായിട്ട് കണക്ട് ചെയ്യുന്ന പാസസ് ഏതാണ്? ജോജില പാസ്, ഡെപ്സ പാസ്, ബോംഡില പാസ്, ഷിപ്കില പാസ്. ആൻസർ വരുന്നത് ഓപ്ഷൻ സി, ബോംഡില പാസ്സാണ്. Question number 51. Constitution of India was adopted by Constituent Assembly on. കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി എപ്പോഴാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ അഡോപ്റ്റ് ചെയ്തത്? എ 1940 ജനുവരി 26, ബി 1949 നവംബർ 26, സി 1950 ജനുവരി 26, ഡി 1950 നവംബർ 26. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, 1949 നവംബർ 26 ആണ്. ഓർത്ത് വെക്കുക, 1949 നവംബർ 26 ഒരുപാട് തവണ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. 52. Which of the following temple is not in Karnataka? A. Brahmeshwar, B. Kollur Mugambika, C. Shravana Belagola, D. Chamundeshwari. ഇതിൽ കർണാടകയിൽ അല്ലാത്തത് ഓപ്ഷൻ എ, ബ്രഹ്മേശ്വർ ടെമ്പിൾ ആണ് കർണാടകയിൽ അല്ലാത്തത്. Question 53. Teesta river is the tributary of Ganga, Yamuna, Brahmaputra, Narmada. ഓപ്ഷൻ സി, ബ്രഹ്മപുത്രയാണ് ആൻസർ. ടീസ്റ്റ റിവർ ബ്രഹ്മപുത്രയുടെ ഒരു കൈവഴി, ഒരു ട്രിബ്യൂട്ടറി ആണ്. Question 54. In which year a major earthquake occurred in Latur region? 1993, 1997, 1998, 2001. ലാറ്റൂർ റീജിയണിൽ ഉണ്ടായ മേജർ എർത്ത് എപ്പോഴാണ് നടന്നത്? 1993. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. Question 55. Which Indian state has declared jackfruit as official fruit of state? നമുക്കറിയാവുന്ന ക്വസ്റ്റ്യൻ ആണ്, ഈസി ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ എ കർണാടക, ബി കേരള, സി തമിഴ്നാടു, ഡി ഒറീസ. ആൻസർ കേരളയാണ്, അറിയാവുന്ന ക്വസ്റ്റ്യൻ ആണ്. 56. Which of the following article of the Indian Constitution guarantees complete equality of men and women? A. Article 25, B. Article 21, സി ആർട്ടിക്കിൾ 18, ഡി ആർട്ടിക്കിൾ 15. ഏത് കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിളാണ് മെന്നിനും വുമണിനും ഇക്വാലിറ്റി ഗ്യാരണ്ടി ചെയ്യുന്നത്? ഏതാണ്? ആർട്ടിക്കിൾ 15. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. 57. ദ വൈൽഡ് ലൈഫ് സാങ്ച്വറി വിച്ച് ഈസ് എ പാർട്ട് ഓഫ് നീലഗിരി ബയോസ്ഫിയർ റിസർവ്. നീലഗിരി ബയോസ്ഫിയർ റിസർവിൻ്റെ പാർട്ടായിട്ട് വരുന്ന വൈൽഡ് ലൈഫ് സാങ്ച്വറി ഏതാണ്? ചിന്നാർ, പറമ്പിക്കുളം, മുത്തങ്ങ, ചൂലന്നൂർ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. മുത്തങ്ങയാണ് നീലഗിരി ബയോസ്ഫിയർ റിസർവിൻ്റെ ഭാഗമായിട്ട് വരുന്ന വൈൽഡ് ലൈഫ് സാങ്ച്വറി. ഇവിടെ ചൂലന്നൂർ നമുക്ക് പരിചയമുള്ള ഒരു സ്ഥലമാണ്. മയിലുകൾ കാണപ്പെടുന്നത് ചൂലന്നൂരാണ്. പീക്കോക്ക്. 58. ഒറിജിനൽ നെയിം ഓഫ് വാഗ്ബടാനന്ദ. വാഗ്ബടാനന്ദയുടെ യഥാർത്ഥ നാമം എന്താണ്? കുഞ്ചൻ പിള്ളൈ, നാണു ആശാൻ, കുമാരഗുരു, കുഞ്ഞിക്കണ്ണൻ. ആൻസർ ഈസ് ഓപ്ഷൻ ഡി, കുഞ്ഞിക്കണ്ണൻ. Question 59. Surya Sen was associated with which of the event during Indian freedom struggle? ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിളിൻ്റെ സമയത്ത് സൂര്യ സെൻ താഴെയുള്ള ഏത് സംഭവവുമായിട്ടാണ് ബന്ധപ്പെട്ടിട്ടുള്ളത്?
ചിറ്റങ്ങോങ് ആർമറി റെയ്ഡ്, ഖിലാഫത്ത് മൂവ്മെൻറ്റ്, കേദ സത്യാഗ്രഹ, കക്കോരി കോൺസ്പിറസി. ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത്. ചിറ്റങ്ങോങ് ആർമറി റെയ്ഡ് ആണ് ആൻസർ. ഇതൊരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. കേരള പോലീസ് SI ഭാഗത്തിൽ 2015 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. സോ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാക്സിമം റെഫർ ചെയ്തിട്ട് വേണം എക്സാമിന് പോകാൻ വേണ്ടിയിട്ട്. ചിറ്റങ്ങോങ് ആയുധശാല മിന്നലാക്രമണം അല്ലെങ്കിൽ ചിറ്റങ്ങോങ് ആർമറി റെയ്ഡ് 1930 ഏപ്രിൽ 18 നടന്നത്. ബംഗാളിലാണ് ഈ ചിറ്റങ്ങോങ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ബംഗാൾ പ്രസിഡൻസിയിലെ ചിറ്റങ്ങോങ് ആയുധശാലയിൽ നിന്ന് പോലീസിൻ്റെയും സഹായ സേനയുടെയും ആയുധശേഖരം മിന്നലാക്രമണം ചെയ്യാനുള്ള ശ്രമമായിരുന്നു ഇത്. ചിറ്റങ്ങോങ് പ്രക്ഷേപം എന്നും ഇതറിയപ്പെടുന്നു. ഇതിൻ്റെ വിപ്ലവ നേതാവ് എന്ന് അറിയപ്പെടുന്നത് സൂര്യ സെൻ ആണ്. ഈ ചിറ്റങ്ങോങ് ആയുധശാല മിന്നലാക്രമണത്തിലെ വനിതാ നേതാവാണ് കൽപ്പന ദത്ത. ഇതുകൂടി ഓർത്തു വെക്കുക. കൽപ്പന ദത്തയാണ് ഇതിന് നേതൃത്വം കൊടുത്ത വനിതാ നേതാവ്. പക്ഷേ ഈ ഒരു വിപ്ലവം പരാജയപ്പെട്ടതായിട്ടാണ് കാണുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 16. ഹൂ ഈസ് നോൺ ആസ് ദ മദർ ഓഫ് ഇന്ത്യൻ റവല്യൂഷൻ? ഇന്ത്യൻ റവല്യൂഷൻ്റെ മാതാവ് എന്നറിയപ്പെടുന്നത് അരുണ ആസഫ് അലി, മാഡം ബിക്കാജി കാമ, സരോജിനി നായിഡു, പ്രീതിലത വഡേക്കർ. ഓപ്ഷൻ ബി മാഡം ബിക്കാജി കാമയാണ് ആൻസറായിട്ട് വരുന്നത്. ഇതിൽ തന്നിട്ടുള്ള ഓപ്ഷൻ ഡി ആയിട്ടുള്ള പ്രീതിലത വഡേക്കർ ഈ ചിറ്റങ്ങോങ് ആർമറി റെയ്ഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരാളാണ്. ക്വസ്റ്റ്യൻ 61. The concept of single citizenship has been adopted from which country? ഏക പൗരത്വം എന്ന കൺസെപ്റ്റ് ആശയം ഏത് രാജ്യത്തിൽ നിന്നാണ് കടമെടുത്തിട്ടുള്ളത്? USA, ഫ്രാൻസ്, ഇറ്റലി, UK. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി UK-യിൽ നിന്നാണ്. 62. Who presides over the joint sitting of the two houses of the parliament? ഓപ്ഷൻ എ പ്രസിഡന്റ്, ബി വൈസ് പ്രസിഡന്റ്, സി സ്പീക്കർ, ഡി ചീഫ് ജസ്റ്റിസ്. ആൻസർ വരുന്നത് ഓപ്ഷൻ സി സ്പീക്കറാണ്. 63. നെയിം ദ പ്രസിഡന്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഓഫ് ഇന്ത്യ. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ പ്രസിഡന്റ് ആരാണ്? എ രാജേന്ദ്ര പ്രസാദ്, ബി ഡോക്ടർ BR അംബേദ്കർ, സി സച്ചിദാനന്ദ സിൻഹ, ഡി BN റാവു. ആൻസർ ഓപ്ഷൻ എ രാജേന്ദ്ര പ്രസാദ്. 64. By which constitutional amendment act was the voting age lowered from 21 years to 18 years? 42nd Amendment 1972, 44th Amendment 1978, 52nd Amendment 1985, 61st Amendment 1988. Correct answer is 61st Amendment 1988. ഓർത്ത് വെക്കുക. 61st Amendment 1988 ൻ്റെ ഭാഗമായിട്ടാണ് വോട്ടിംഗ് ഏജ് 21 നിന്ന് 18 കുറച്ചത്. Question number 65. The ministers of the state government are administered the oath of office by A. President, B. Governor, C. Attorney General, D. Chief Justice. The correct answer is option B. Governor ആണ് ആൻസർ ആയിട്ട് വരുന്നത്. Question 66. The President of India can be impeached for violation of the Constitution by which article? Article 52, Article 61, Article 74, Article 78. Option B ആണ് കറക്റ്റ് ആൻസർ. ആർട്ടിക്കിൾ 61 ആണ്. 67. Which of the following is appointed by Governor of a State? ഗവർണർ ഓഫ് എ സ്റ്റേറ്റ് അപ്പോയിൻറ്റ് ചെയ്യുന്നത് ആരെയാണ്? ഫിനാൻസ് കമ്മീഷൻ, UPSC, സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ, ഇൻ്റർ സ്റ്റേറ്റ് കൗൺസിൽ. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ. 68. The jurisdiction of which of the following High Court extend to the Union Territory of Lakshadweep? ഓപ്ഷൻ എ കേരള, ബി തമിഴ്നാടു, സി ബോംബെ, ഡി ഡൽഹി. ആൻസർ വരുന്നത് ഓപ്ഷൻ എ കേരളയാണ്. 69. Which of the following subject is included in the concurrent list? Agriculture, public health and sanitation, local government, forests. ഓപ്ഷൻ ഡി ഫോറസ്റ്റ് ആണ് ആൻസർ. കൺകറൻറ്റ് ലിസ്റ്റിൽ വരുന്നത് ഫോറസ്റ്റ് ആണ്. അത് ഓർത്ത് വെക്കണം, കൺകറൻറ്റ് ലിസ്റ്റിൽ വരുന്നത് ആരൊക്കെയാണെന്ന്. Question 70. നാഷണൽ വോട്ടേഴ്സ് ഡേ ഈസ് ഒബ്സർവ്ഡ് ഓൺ വിച്ച് ഡേറ്റ്? നാഷണൽ വോട്ടേഴ്സ് ഡേ കാണുന്നത് എപ്പോഴാണ്?
15th ഓഗസ്റ്റ്, 2nd ഒക്ടോബർ, 25th ജനുവരി, 26th ജനുവരി. ആൻസർ വരുന്നത് ഓപ്ഷൻ സി 25th ജനുവരിയാണ്. നമുക്കിത് കൺഫ്യൂഷൻ ആവാനുള്ള ചാൻസ് ഉണ്ട്. ജനുവരി എന്ന് മാത്രം അറിയുമ്പോൾ ഏതാ ഡേറ്റ് എന്ന് വരുന്ന കൺഫ്യൂഷൻ ആവാൻ ചാൻസസ് ഉണ്ട്. 25th ജനുവരിയാണ് ആൻസർ വരുന്നത്. 71. ഐഡൻറ്റിഫൈ ദ സബ്ജക്റ്റ് ഇൻ ദ സെൻറ്റൻസ്. അതിന് വരുന്ന ഭാഗം ഇംഗ്ലീഷിൻ്റെ പാർട്ടാണ്. നമുക്ക് നോക്കാം. ഇതിൽ സബ്ജക്റ്റ് ഏതാണ്, താഴെ തന്ന സെൻറ്റൻസിൽ സബ്ജക്റ്റ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. The first 3 chapters of the book are written in a beautiful style. അപ്പം മോസ്റ്റ് ഓഫ് ദ സെൻറ്റൻസസിലും ഫസ്റ്റ് വരുന്നതായിരിക്കും സബ്ജക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലും ദ ഫസ്റ്റ് 3 chapters ഓഫ് ദ ബുക്ക് അതാണ് സബ്ജക്റ്റ് വരുന്നത്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസറായിട്ട് വരുന്നത്. ഓക്കെ. 72. ചൂസ് ദ കറക്റ്റ്ലി സ്പെൽഡ് വേർഡ്. കറക്റ്റ് സ്പെല്ലിംഗ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, ഓൾ ടുഗദർ. അതാണ് കറക്റ്റ്ലി സ്പെൽഡ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ അഡ്രസ്സാണ് അവർ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതിൽ ADD വേണം, ബാക്കി കറക്റ്റാണ് RESS. ഇനി ഓപ്ഷൻ ബിയിലാണെങ്കിൽ അഡ്വേഴ്സ് ആണ്. അതിൽ 2 D വേണ്ട, 1 D മാത്രം മതി. ഇനി ഓപ്ഷൻ ഡിയിൽ അനൗൺസ് ആണ്. അതിൽ 2 N ആവശ്യമുണ്ട്. ANNOUNCE ആണ് അനൗൺസിൻ്റെ സ്പെല്ലിങ്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 73 നോക്കാം. ഐഡൻറ്റിഫൈ ദ കറക്റ്റ് ഫോം ഓഫ് ദ വേർഡ്. ഐ ഡേഷ് ഡൗൺ എവറി ആഫ്റ്റർനൂൺ ആഫ്റ്റർ ലഞ്ച്. എല്ലാ ആഫ്റ്റർനൂണും ലഞ്ചിന് ശേഷം ഞാൻ കിടക്കാറുണ്ട്. അതാണ് സെൻറ്റൻസിൻ്റെ അർത്ഥം. അപ്പോൾ ഇതിൽ ഓപ്ഷനിൽ വരുന്നത് ഓപ്ഷൻ എ ആണ്, ലൈ ആണ് ആൻസർ. സെക്കൻഡ് ഓപ്ഷനായിട്ടുള്ള ലേ എന്ന് പറയുന്നത് LAW ലേ എന്ന് പറയുന്നത് ഇടുക എന്നാണ്. അതായത് എഗ് ലേ, മുട്ടയിട്ടു, ആ ഒരു അർത്ഥം വരുന്നതാണ് LAY ലേ. ലൈഡ് LIED, ലൈഡ് എന്നതിൻ്റെ അർത്ഥം കള്ളം പറയുക, നുണ പറയുക എന്നതാണ്. ഓപ്ഷൻ ഡി ആം ലൈയിങ്, അത് ലൈയുടെ ലൈയുടെ ഒരു പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ ഫോമാണ് ലൈയിങ് എന്ന് പറയുന്നത്. അതും വരില്ല. അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. 74. ഗിവ് 1 word substitute for. ഒറ്റ വാക്ക് പറയണം. താഴെ തന്ന സെൻറ്റൻസ് ഉണ്ട്. റൈറ്റ് വേർഡ്സ് ഓർ ലെറ്റേഴ്സ് ഇൻ ദ ലെറ്റേഴ്സ് ഓഫ് എ ഡിഫറെൻറ്റ് ആൽഫബറ്റ്. ഡിഫറെൻറ്റ് ആൽഫബറ്റിൽ ലെറ്റേഴ്സ് എഴുതുന്നതിന് അല്ലെങ്കിൽ വേർഡ്സ് എഴുതുന്നതിന് എന്താണ് പറയുക? ഇതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, ട്രാൻസ്ലിറ്ററേറ്റ് ആണ് ആൻസർ. ട്രാൻസ്ലിറ്ററേറ്റ് ഓർത്ത് വെക്കുക, ട്രാൻസ്ലിറ്ററേറ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 75. ഗിവ് ദ കറക്റ്റ് വേർബ് ഫോം. കറക്റ്റ് വേർബ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഹി ആസ്ക്ഡ് ഇഫ് എനിവൺ ഡാഷ് ഹിസ് ഗ്ലാസസ്. ആരെങ്കിലും അവൻ്റെ ഗ്ലാസ് കണ്ടോ എന്നാണ് ക്വസ്റ്റ്യൻ്റെ അർത്ഥം. അപ്പോൾ ഇതൊരു പാസ്റ്റ് ടെൻസ് ആണ്. കണ്ടോ എന്നാണ് ചോദിക്കേണ്ടത്. അപ്പോൾ ഹാഡ് സീൻ, ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. ഹാഡ് സീൻ ആണ്. ഹാഡ് സീൻ എന്ന് പറയുമ്പോൾ ആ ഒരു ഇവൻ്റ് നേരത്തെ സ്റ്റാർട്ട് ചെയ്തു, അതുപോലെ എൻഡ് ചെയ്യുകയും ചെയ്തു. പാസ്റ്റിലത് എൻഡ് ചെയ്തു അറ്റ്ലീസ്റ്റ് വൺസ് ബിഫോർ എ സെക്കൻഡ് ഓർ മോർ റീസെൻറ്റ് ടൈം. ഓക്കെ. ഹാവ് എ സീൻ എന്ന് പറയുന്നത് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. ഹാഡ് സീൻ എന്ന് പറയുന്നത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 76. ഗിവ് ദ കറക്റ്റ് ഫോം ഓഫ് വേർഡ്. മെനി എ കപ്പ് ആൻഡ് സോസർ ഡേഷ് ബീൻ ബ്രോക്കൺ. ഇതിൽ കപ്പ് ആൻഡ് സോസർ എന്ന് പറയുന്നത് സിംഗുലർ ആണ്. സോ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ഹാസ് ആണ്. അപ്പോൾ ഇവിടെ ഹാസ് ആണ് ആൻസർ വരുന്നത്, ശ്രദ്ധിക്കുക. 77. ഐഡൻറ്റിഫൈ ദ മീനിങ് ഓഫ് ഇറ്റാലിസൈസ്ഡ് വേർഡ്. ദ ബ്രദേഴ്സ് ഫെൽ ഔട്ട് ഓവർ ദെയർ ഫാദേഴ്സ് പ്രോപ്പർട്ടി. ഇവിടെ ഫെൽ ഔട്ട് എന്നതിൻ്റെ അർത്ഥം എന്താണെന്നാണ് ചോദിക്കുന്നത്. ആൻസർ ക്വാരൽഡ് എന്നാണ്. അതായത് അടി കൂടി അല്ലെങ്കിൽ അടി ഉണ്ടാക്കി എന്നാണ് ഫെൽ ഔട്ടിൻ്റെ അർത്ഥം വരുന്നത്. ഓപ്ഷൻ ഡി. 78. ഗിവ് ദ ആൻറ്റോണിം ഓഫ് ദ ഇറ്റാലിസൈസ്ഡ് വേർഡ്. ഹിസ് ബിഹേവിയർ ഡിസ്ഗസ്റ്റഡ് എവരി വൺ. ഇവിടെ ആൻറ്റോണിമാണ് ചോദിക്കുന്നത്, ശ്രദ്ധിക്കണം. സിനോണിമാണോ ആൻറ്റോണിമാണോ ചോദിച്ചതെന്ന് ശ്രദ്ധിക്കണം. ചിലപ്പോൾ അത് മാറാനുള്ള ചാൻസ് ഉണ്ട്, വായിച്ചെടുക്കുന്നത് മാറാനുള്ള ചാൻസ് ഉണ്ട്. ഡിസ്ഗസ്റ്റഡിൻ്റെ ഓപ്പോസിറ്റാണ് ചോദിക്കുന്നത്. ഇവിടെ ആൻസർ വരുന്നത് പ്ലീസ്ഡ് ആണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 79 നോക്കാം. ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ.
I should be grateful if you dash send me an application form. ഇതിലേതാണ് ആൻസർ വരിക? ഓപ്ഷൻ എ വിൽ, ബി വുഡ്, സി മേ, ഡി ക്യാൻ. ഓപ്ഷൻ ബി ആണ് ആൻസർ, വുഡ് ആണ്. ഐ ഷുഡ് ബി ഗ്രേറ്റ്ഫുൾ ഇഫ് യു വുഡ് സെൻഡ് മീ ആൻ ആപ്ലിക്കേഷൻ ഫോം. ഓക്കെ. 18th question, choose the preposition. The rule is applicable dash everyone. ഇവിടെ ഓപ്ഷൻ സി 2 ആണ് ആൻസർ. ദ റൂൾ ഈസ് ആപ്ലിക്കബിൾ ടു എവരി വൺ. റൂൾ എല്ലാവർക്കും ബാധകമാണ്. അടുത്തത് മലയാളത്തിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ശരിയായ പദം തിരഞ്ഞെടുക്കുക. ഇതിലേതാണ് ശരിയായ പദം? ഓപ്ഷൻ എ ആണ് കറക്റ്റ്, ഹാർദം. 82 ശരിയായ പദം ഏത്? ഇതിൽ ഓപ്ഷൻ എ തന്നെയാണ് ശരി, ഐച്ഛികമാണ് ആൻസർ. ഓക്കെ. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ 83 ശരിയായ വാക്യം ഏതെന്നാണ് ചോദിക്കുന്നത്. അധ്യാപകൻ്റെ പ്രസംഗം പ്രചോദനപരവും പ്രേരണാപരവുമായിരുന്നു. ബി അധ്യാപകൻ്റെ പ്രസംഗം പ്രചോദനം നൽകുന്നതായിരുന്നു. സി അധ്യാപകൻ്റെ പ്രസംഗം പ്രേരണാപരമായിരുന്നു. ഡി അധ്യാപകൻ്റെ പ്രസംഗം പ്രചോദകവും പ്രേരണാപരവുമായിരുന്നു. എനിക്ക് തോന്നുന്നത് ഇതൊരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ കറക്റ്റ് ആൻസർ എന്നത് ഓപ്ഷൻ ബി ആണ്, അധ്യാപകൻ്റെ പ്രസംഗം പ്രചോദനം നൽകുന്നതായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻസ് ഒറ്റപ്പദമാക്കുക. ലോകത്തെ സംബന്ധിച്ചത് എന്താണത് ആൻസർ വരുന്നത്? ഓപ്ഷൻ സി ആണ് വരുന്നത്, ലൗകികം. മലയാളം അറിയാത്ത ആൾക്കാർക്ക്, കുറച്ച് പേർക്ക് മലയാളം പഠിക്കുന്നത് ഡിഫിക്കൽട്ടായിരിക്കും. അങ്ങനെയുള്ളവർ PYQs മാത്രം നോക്കിയാൽ മതി. പ്രിലിംസിൻ്റെ കാര്യമായതുകൊണ്ട് കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ റിപ്പീറ്റഡ് ആയിരിക്കും, അല്ലെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. 85 ശരിയായ വിപരീത പദം ഏതാണ്? ശാന്തം എന്നതിൻ്റെ വിപരീത പദം. ഓപ്ഷൻ ഡി രൗദ്രമാണ് ആൻസർ വരുന്നത്. ശാന്തം ഓപ്പോസിറ്റ് രൗദ്രം. ലേഖകൻ എന്ന വാക്കിൻ്റെ എതിർലിംഗം ഏത്? ഇത് ഓപ്ഷൻ കാണുമ്പോൾ മാറിപ്പോകാനുള്ള ചാൻസസ് ഉണ്ട്. ലേഖിക എന്നാണ് ആൻസർ വരുന്നത്. ഓപ്ഷൻ സിയും ഓപ്ഷൻ ബിയും ആയിട്ട് കൺഫ്യൂഷൻ ആവാനുള്ള ചാൻസസ് ഉണ്ട്. ബി ആണ്, ലേഖികയാണ്, ലേഖകിയല്ല. ആദ്യമാണ് ആ വള്ളി വരുന്നത്, ലേഖിക. അതുപോലെ തന്നെ ഖായും എവിടെയാണെന്ന് കൂടി നോക്കി വെക്കണം. 87 ചേർത്തെഴുതുക. ഹൃത് പ്ലസ് വികാരം. കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, ഹൃദ്വികാരം. ക്വസ്റ്റ്യൻ 88 താഴെ പറയുന്ന പഴഞ്ചൊല്ലിൻ്റെ സാരസ്യം എന്താണ്? മുറി വൈദ്യൻ ആളെ കൊല്ലും. ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, പണ്ട് ചോദിച്ചിട്ടുണ്ട്. അല്പജ്ഞാനം ആപത്താണ്, വൈദ്യൻ നിസാരനാണ്, പരിശീലനം നേടിയില്ലെങ്കിൽ പരാജയമടയും, വൈദ്യശാസ്ത്രം ഗഹനമാണ്. ഇതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, അല്പജ്ഞാനം ആപത്താണ്. ഈസി ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് 89 പിരിച്ചെഴുതുക. ക്രോധമല്ലോ നിജധർമ്മക്ഷയകരം. ഇതിനെ പിരിച്ചെഴുതണം. ആൻസർ ഏതാണ് വരുന്നത് നോക്കൂ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് വരുന്നത്. ക്രോധമല്ലോ എന്നുള്ളത് ക്രോധം പ്ലസ് അല്ലോ, അത് നിർത്തി വായിച്ച കിട്ടാവുന്നതേ ഉള്ളൂ. ക്രോധം അല്ലോ. നിജ ധർമ്മക്ഷയകരം. നിജ പ്ലസ് ധർമ്മ പ്ലസ് ക്ഷയകരം. ഓക്കെ. താഴെ 90s ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ കടങ്കഥയുടെ ഉത്തരം ഏതെന്നാണ് ചോദിക്കുന്നത്. കൊക്കിരുന്നു കുളം വറ്റി. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി റാന്തൽ വിളക്കാണ്. അടുത്തത് കമ്പ്യൂട്ടറിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. 91 ഇൻ കമ്പ്യൂട്ടർ ലോജിക്കൽ ഓപ്പറേഷൻസ് ആർ പെർഫോംഡ് ബൈ. ലോജിക്കൽ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്നത് ഏതാണ്? കൺട്രോൾ യൂണിറ്റ്, ALU, പ്രൈമറി മെമ്മറി, CPU. ആൻസർ ALU ഓപ്ഷൻ ബി ആണ്. 92 ഡാഷ് ഈസ് എ വോളറ്റൈൽ മെമ്മറി. SRAM, DRAM, ബോത്ത് A and B, none of these. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. SRAMും DRAMും ആണ് വോളറ്റൈൽ മെമ്മറി, ഓർത്ത് വെക്കുക. 93 വിച്ച് പ്രോട്ടോക്കോൾ ഈസ് യൂസ്ഡ് ഇൻ WWP. WWWയിൽ യൂസ് ചെയ്യുന്ന പ്രോട്ടോക്കോൾ ഏതാണ്? HTTP. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. എക്സ്പാൻഡ് GUIൻ്റെ എക്സ്പാൻഷൻ ഏതാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ. ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ്. ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ്. ശ്രദ്ധിക്കണം, ഇൻ്റർഫേസ് ആണ് എൻഡിൽ വരുന്നത്. ഇൻസ്റ്റൻസ് ഇൻ്റർമീഡിയറ്റ് എന്നൊക്കെ വരുന്നുണ്ട്. ഇൻ്റർഫേസ് ആണ് ആൻസർ. 95ാമത്തെ ക്വസ്റ്റ്യൻ IC ചിപ്സ് ആർ യൂസ്ഡ് ഇൻ വിച്ച് ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടർ. ഏത് ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടറിലാണ് IC ചിപ്സ് യൂസ് ചെയ്യുന്നത്? ഏതാണ്?
3rd ജനറേഷനിലാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഓപ്ഷൻ ബി. 96 മൈക്രോസോഫ്റ്റ് പവർ പോയിൻറ്റ് ഈസ് എൻ എക്സാമ്പിൾ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, അറിയാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ഏതാണ്? ഇതൊരു അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്, മാറിപ്പോരുത്. ഓപ്ഷൻ സി, അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ് മൈക്രോസോഫ്റ്റ് പവർ പോയിൻറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. 97 വെബ്സൈറ്റ് ഈസ് എ കളക്ഷൻ ഓഫ്. വെബ്സൈറ്റ് വെബ് പേജിൻ്റെയും HTML പേജിൻ്റെയും കളക്ഷനാണ്. വെബ് പേജിൻ്റെയും HTML പേജിൻ്റെയും കളക്ഷനാണ് വെബ്സൈറ്റ്. 98 ബിങ് ഈസ് എ. ബിങ് എന്താണ്? കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നവർക്ക് അറിയാം ബിങ് എന്താണ്. സെർച്ച് എൻജിനാണ്. ബിങ് ഒരു സെർച്ച് എൻജിനാണ്. 99 മൂവിങ് ഫ്രം വൺ വെബ് പേജ് ടു അനദർ വെബ് പേജ് ഈസ് നോൺ ആസ്. അറ്റാച്ചിങ്, ചേഞ്ചിങ്, ഡൗൺലോഡിങ്, ബ്രൗസിങ്. എന്താണ്? ഈസിയാണ്. എന്താണ്? ബ്രൗസിങ്. മൂവിങ് ഫ്രം വൺ വെബ് പേജ് ടു അനദർ ഈസ് നോൺ ആസ് ബ്രൗസിങ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് കം അണ്ടർ സൈബർ ക്രൈം? IPR, പ്ലേഗറിസം, പോണോഗ്രഫി, ഓൾ ഓഫ് ദ എബോവ്. എന്താണ്? ഇതെല്ലാം സൈബർ ക്രൈമിൻ്റെ ഭാഗമാണ്. ഓൾ ഓഫ് ദ എബോവ് ആണ് ആൻസർ വരുന്നത്. പ്ലേഗറിസം എന്താണ്? നമ്മളൊരു സ്ഥലത്ത് നിന്ന് കോപ്പി ചെയ്തിട്ട് അതുപോലെ തന്നെ നമ്മുടെ കണ്ടൻ്റായിട്ട് ഇടുന്നതിനെയാണ് പ്ലേഗറിസം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് 2018 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ കംപ്ലീറ്റ് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഫുള്ള് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിന് തൊട്ട് മുന്നത്തെ വീഡിയോയിലും ഉണ്ട്. രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ട് കാണുക. പിന്നെ മാത്സ് ആണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത്. മാത്സ് കുറച്ച് എഴുതിയിട്ട് വേണം പറയാൻ, ജസ്റ്റ് ക്വസ്റ്റ്യൻ വായിച്ച് പോയിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ മാത്സിൻ്റെ ആൻസർ വേണമെങ്കിൽ, മാത്സ് ഡിസ്കഷൻ വേണമെങ്കിൽ യു ജസ്റ്റ് കമൻറ്റ് മാത്സ് എന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക. താങ്ക് യു.